ആഹാ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. രാവിലെ തന്നെ നല്ല പോളിങ്ങിലാണ്. മക്കളാ എനിക്ക് വേണ്ട, ഞാൻ ഇതൊന്നും കഴിക്കൂല. അദ്ദേഹം പറഞ്ഞ നമ്മളെ കുടുംബത്തിന് ആഹാരം കൊടുത്താ വേണ്ടെന്ന് പറഞ്ഞ നീ മാത്രമേ ഉള്ളൂ. കഴിക്ക്. പിന്നെ കല്ലില്ലാത്ത ചവിക്കാനും പറ്റില്ല മക്കളെ. എന്തിനാണ് കഷ്ടപ്പെട്ട് കഴിക്കുന്നത്? വെട്ടപ്പിന് എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ? ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം എന്താപ്പൂ, അങ്ങനെ പോണു. ഭയങ്കര ബോറ്. ബോറാ? എന്തൊരു ബോറടി. ഇവിടെ വന്നപ്പോ നിനക്ക് ബോറായ? അവളില്ലല്ലോ, പിങ്കി ഇല്ലല്ലോ. അവള് വരും, ഇതുപോലൊക്കെ വന്ന് നിൽക്കും. അപ്പൂ, ഈ വർക്ക്ഷോപ്പില് കാര്യമായിട്ട് പണിയൊന്നും നടക്കുന്ന കാണുന്നില്ലല്ലോ. വണ്ടി ഉണ്ടെങ്കിലേ വർത്താപ്പാവുള്ളൂ, അല്ലെങ്കിൽ ആവൂലേ? ഞാൻ ഇന്നലെ വന്നിട്ട് തന്നെ ഇവിടെ ഒന്നും കണ്ടില്ല. മക്കളെ ഇവിടെ ഭർത്താപ്പ് എന്നുള്ളൊരു പേരേ ഉള്ളൂ. അപ്പൊ റോഡിലിട്ടൊക്കെയല്ലേ നന്നാക്കണത്. ഓ അപ്പൊ പിന്നെ വിളിച്ചോണ്ട് പോവും. ഇന്നലെ ഒരു വണ്ടി വന്നില്ല, നീ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ട? ഞാനൊന്നും കണ്ടില്ലല്ലോ. നീ ഉറക്കുമായിരിക്കും, നീ ഉറക്കം വെച്ച് കാണൂല. എപ്പോ? രാവിലെ ഒരു വണ്ടി വന്നടി. രാവിലെ ഞാൻ നേരത്തെ എണീറ്റ്. വണ്ടി ചില്ലറ വണ്ടിയൊന്നുമില്ല, ബെൻസ്. വന്നു അവിടെ ഒന്ന് പറഞ്ഞ് ഹാണടിച്ചു. ഞാൻ ഹാണടിക്കുന്ന നോക്കിയപ്പോ വേലപ്പം മുതലാളി ഉണ്ണിമേശ്വരി എന്ന് വിളിച്ചു. ഞാൻ ഓടി എന്തൊരു സാറേ എന്ന് ചോദിച്ചു. സ്റ്റീറിങ് സ്റ്റക്കായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ തിരിയില്ല. ബോണറ്റ് തുറന്ന് എല്ലാം റെഡിയാക്കി കയ്യിലേക്ക് കൊടുത്ത് ഭയങ്കരോട്ടോ എന്നെ ഇഷ്ടപ്പെട്ട് അങ്ങേരി പോവാൻ നേരത്ത് നമ്മൾ കുഴപ്പമില്ല ശരി. 5000 രൂപയാ? നീ എന്താണ് വിചാരിച്ച്? 5000 രൂപ കിട്ടിയല്ലേ? അതിന്ന് എനിക്കൊരു 1000 രൂപ തന്നാ കൊള്ളായിരുന്നു. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പൈസ കൊടുത്ത് കൊടുക്കാൻ പാടില്ല. എന്നാ പൈസ വേണ്ട, എനിക്ക് ഒരു ഡ്രസ് എടുത്തു തരോ? ഡ്രസ് എടുത്തു തരോന്ന് കേട്ടില്ല. ഡ്രസ് എടുത്തു തരോന്ന്? രാമ 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 നീ എവിടെയാ പോയത്? നീ എവിടെ പോയി? നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ല. ഞാൻ കുറച്ച് ദൂരെ പോയത്. എന്തിനാണ് ഇപ്പൊ എല്ലാവരും എവിടെ പോയി കാര്യം എന്ത്? കാണാത്തുണ്ട്, ഞാൻ ചോദിച്ചടേ. ഇപ്പൊ കണ്ടാ ഇതിനാ വിളിച്ചത്? വാ. കയ്യിലെന്തോന്ന്? അപ്പുറത്തെ കയ്യിലെന്തോന്ന്? എടാ എന്തോ ഉണ്ട്. അപ്പൊ എന്തോ കയ്യിൽ ഇതാ മറച്ചു വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാ നീ ചുമ്മാ കാണിക്കാൻ ഇനി കാണണം. എന്തോന്ന് അതിലെന്തോ ഇരിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? പറ്റില്ല. പിന്നെ അത് വലിച്ചെടുക്കുവാൻ അത് ഗിഫ്റ്റ് ഒന്നും അല്ല. അത് സോപ്പ് വാങ്ങിച്ചത്. 3 സോപ്പ്. അത് കവർ ചെയ്ത് ഇങ്ങോട്ട്. ഞാൻ എന്റെ ഭാര്യക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ഇത്. ഇത്ര പെട്ടെന്ന് റൊമാൻറ്റിക് ഒക്കെ ആയത്? എന്ത് കുഴപ്പം? നല്ല ബെസ്റ്റ് ഭർത്താവ്. എന്ത് കുഴപ്പം ബെസ്റ്റ് ഭർത്താവിന്? ഒരു കുഴപ്പമില്ല. അപ്പച്ചിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാറുണ്ടാ അങ്കിള്? നിന്നെ കാണിച്ചോണ്ടാ ഞാൻ അപ്പച്ചിക്ക് ജോലി ചെയ്ത് കൊടുക്കുന്നത്? എന്നെ കാണിക്കണ്ട, അപ്പച്ചി എന്നെ വിളിച്ച് പറയാറുണ്ട്. നീ അപ്പച്ചിയുടെ മനസ്സാ സൂക്ഷിപ്പേരിയാവല്ലേ? അപ്പം ഇത് കാണിച്ചു തരില്ലെന്ന് ഉറപ്പാണോ? കാണിച്ചു തരൂല. തരൂല? ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് എന്താടാ കുഴപ്പം? ശരി, കാണിച്ചു തരണ്ട. എനിക്ക് ഇത് എന്താണെന്ന് പറ. നിനക്ക് നാണയില്ലേ ഇത് വേറൊരാളുടെ ഗിഫ്റ്റ് എടുത്ത് എന്തിനെന്തിനു ചോദിച്ചോണ്ടിരിക്കേ? അപ്പോ ചോദിക്കണേട്ടാ, എനിക്ക് നാണം ഇല്ലേന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കടേ, അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞോടെ. ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കണില്ല. അപ്പോ എന്തായിരിക്കും അതില്? എന്റെ പൊന്നു മക്കളെ, എനിക്ക് അറിഞ്ഞൂടെ, അവര് ഭാര്യയായി ഭർത്താവായി. ഞാൻ എന്തൊരു പറയാൻ? എന്നാലും അത് എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം. ഇനി എനിക്ക് ഇരിക്കപ്പുറത്ത് കിട്ടൂല. ഇപ്പൊ ഇവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും. ഓളിങ്ങനെ കയറി എട്ടില്ല. കട്ടില്ലൊക്കെ വെച്ചാൽ അപ്പോഴും കയറി വരുമ്പോ കാണാമല്ലോ. വേണ്ട, പെട്ടെന്ന് കാണണല്ലോ ഒരു രസമില്ല. നമുക്കൊരു കാര്യം, ചിന്നു വന്ന്
ഇതിനകത്ത് വെച്ചേക്കാം. അപ്പൊ ഏതായാലും അവള് നടന്നു വരും. ചിന്നു ടൗലിങ് എടു പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അവള് വന്നു ടൗൽ എടുക്കാൻ വേണ്ടി തുറക്കണം. അതാ പെട്ടെന്ന് കാണേയില്ല, എന്നാ കാണുകയും ചെയ്യും. കാണുന്ന ഒരു സർപ്രൈസ്. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലേ ടാസ്ക്. പുള്ളി വിളിച്ച് കൊണ്ടുവരാം. अपने दिल को बेकरार कर जिंदगी है बेवफा അല്ലേ കേശിത്ര ഹിന്ദി പാട്ടൊക്കെ പാടുന്നു. കേശിത്രല്ല ലതാജി ജി. യെസ്. ये जिंदगी है बेवफा लूट प्यार का मजा പണിയില്ല പണിയില്ല. അല്ല രാമേട്ടാ, ഞാൻ കുളിക്കായിരുന്നു. തമാശ ചിരിച്ച് എന്റെ പല്ലിന്റെ വക്ക് തട്ടി പൊട്ടിപ്പോയി. വല്ലതും പറ്റിയെന്നാ? കുറച്ച് പൊട്ടി. ഉണ്ട തമാശ ഇല്ലേ? ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. എവിടെ പോയിരുന്നു? ഞാനാ ഞാൻ ജംഗ്ഷൻ വരെ പോയി. ഓ ജംഗ്ഷനിൽ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങ് വന്നു വീട്ടിൽ വന്നു. അത് നന്നായി ഏട്ടാ, വന്നാ നന്നായി. അയ്യോ ഞാൻ ഒരു കാര്യം ഇപ്പോഴാണ് ആലോചിച്ചത്. എന്തോന്നു? നമ്മളെ സുമേഷിന്റെ കല്യാണം. സുമേഷ? ഓ സുജിത്ത്. സുജിത്ത? ഓ അതാര്? നിനക്ക് എത്ര സുജിത്തിനെ അറിയാം? സുമേഷ് എന്ന് പറഞ്ഞ സുജിത്ത് എന്ന് പറഞ്ഞ സുജിത്ത്. സുജിത്താര്? എടി മുരളി മാമന്റെ മോയ് സുജിത്ത്. അത് ഇന്നല്ല, അത് അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ചയാണ്? ഓ ഉറപ്പാണോ? ഓ എന്നാ പോട്ട്. നീ ഒരു കാര്യം ചെയ്യും, നമ്മളെ ബെഡ്റൂമിൽ പോയിട്ട് ഫസ്റ്റ് സെൽഫ് ഉണ്ടല്ലോ 3 തട്ടുള്ള, എന്റെ മോൾ തട്ടില് ഞാൻ ഒരു നീല ഷർട്ട് വെച്ചിട്ടുണ്ട്, ബ്ലൂ. അതൊന്ന് എടുത്ത് തയ്ച്ച. അടുത്ത ആഴ്ചത്തെ കല്യാണത്തിന് ഇപ്പോഴേ തയ്ക്കണം. വട്ടുണ്ടോ നിങ്ങക്ക്? അടുത്ത ആഴ്ചത്തെ കല്യാണം നിങ്ങൾ ഇപ്പോഴേ തയ്ക്കണം. എന്തിന്? അത് കല്യാണത്തിനല്ല, എനിക്കെല്ലാം ഇടാൻ. ഓ ആ കൈങ്ങിതാ ഞാൻ തരുന്നില്ല. പാരുമില്ലെങ്കിൽ താ മറ്റേ താ. ഈ 2 കയ്യിൽ ഒരു കുരുവും ഇല്ലല്ലോ. പോയി തേച്ചൂടെ? ചെറിയ ഒരെണ്ണം. അയ്യോ ഉണ്ടാ, എനിക്ക് അത് ചൂടടിക്കുമ്പോ പൊക്കോളും കേട്ടാ. പോയി തേച്ചു. അപ്പൊ നീ തേച്ചു തരൂലേ? ഇല്ല, ഞാൻ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. അതെപ്പോണെങ്കിലും ചെയ്യാലോ. തേച്ച് തന്നിട്ട് വന്ന് ജോലി. അരി ഞാൻ അരി ഓ എനിക്ക് വയ്യല്ല. അപ്പൊ എനിക്ക് ഷർട്ട് എടുക്കാനും വയ്യ. പക്ഷെ നീ ഇതിൽ തേച്ചാ? തേച്ചാ എന്ത്? ഞാൻ തേച്ചാ ശരിയാവില്ല. നീ തേച്ചാലും നല്ല സെറ്റ് ആയിട്ടിരിക്കും. തേപ്പ് എന്റെ ക്യാരക്ടറിന് ചേർന്ന പണിയേ അല്ല. പോയി തേച്ചോ. ശരി, നീ തേച്ച് തരണ്ട. നീ ഒന്ന് എടുത്തതാ, ഞാൻ തേച്ചോളാം. പറ്റൂല, മനസ്സിലായ? പറ്റൂല. ഞാൻ ഇത് അരിഞ്ഞു തരാം. ഇറങ്ങ്. അത് കുത്തു കണ്ണൂര് വരെ ആവണം. മാറ്. നീ ഷർട്ട് എടുത്ത നീ ഒന്ന് കാടി. ഞാൻ കുത്തിത്തരും. കളിക്കല്ലേ. നിങ്ങളിത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നും കാണാനില്ല. ആ ഇതിന്റെ അകത്ത് കാണും. ഹായ് കിട്ടി. സാധനം അറിയണം. ബെസ്റ്റ് സാധനമുണ്ട്.
കൊള്ളാലോ, ഫോട്ടോ ഒക്കെ രസമുണ്ട്. ആ ഇതായിരുന്നല്ലേ ഗിഫ്റ്റ്, അടിപൊളി. രസമുണ്ട്. എന്താ തോന്നിക്കായിരുന്നു. അയ്യോ എന്ത് ചെയ്യും? ഇവളെ എന്ത് ചെയ്താ ബെഡ്റൂമിൽ എത്തിക്കും? ആ ഒരു നമ്പർ ഇറക്കി നോക്കാം. അയ്യോ അമ്മേ, അയ്യോ അയ്യോ എടുക്കണേ. ചിന്നു, ചിന്നുവേ, എന്ത് പറ്റി? വേദന എടുക്കണ്ടേ? വയറുവേദന? ഓ നോക്കട്ടെ. ഓ ഇവിടെയാ? ഓ ഓ ഇവിടെ ഉണ്ടോ? ഇവിടെ? ഓ ഉണ്ട്. ഇവിടെ? ഓ വേനെടുത്ത? ഓ എന്ത് പറ്റിയെന്ന്? ഗ്യാസാണ്, ഗ്യാസ്. ഗ്യാസാ? ഇത് പെടകിടക്ക് പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെ. നീ നമ്മളെ ബെഡ്റൂമിൽ പോയിട്ട് ആ ഷെൽഫിന്റെ മോൾ തട്ടില് ഗുളിക വെച്ചിട്ടുണ്ട്, ഇതിനെടുത്തോണ്ട് വരുമോ? ഗുളിക വേണോ? ഗുളിക വേണം, ഭയങ്കര വേദന. ഗുളിക വേണം. തരാം കേട്ടോ. ഷെൽഫില്, ആദ്യത്തെ ഷെൽഫിലെ ഏറ്റവും മോൾ തട്ടില്. ഡേയ് എന്തിനേ? അയ്യോ അയ്യോ, നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലേ? ആർക്ക്? നിന്റെ മുഖത്ത്. എനിക്കൊന്നുമില്ല. നീ എന്തൊരു വയറ്റി കൊട്ടിക്കൊണ്ടിരുന്നത്? കാര്യം പറയടാ, എന്തര്? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലേ? ഇല്ല. ഇതെന്തോന്നു? വയറുവേദന മാറാൻ കുടിക്കേ. ഞാൻ മോള് ഷെൽഫിൽ പോകാനല്ലേ പറഞ്ഞത്? ഷെൽഫിൽ പോവാനാ? അല്ല ബെഡ്റൂമിൽ പോയെ. ഇത് കുടിക്ക് അങ്ങോട്ട്. ഷെൽഫിൽ മരുന്ന് എനിക്കിത് വേണ്ട. രാമന്റെ ഭയങ്കര വയറുവേദന ഇടക്കിടക്ക് വരണുണ്ട്. അന്ന് ഞാൻ മാമന് തന്നില്ലേ വെളുത്തുള്ളി ഇഞ്ചി നാരങ്ങ ഇട്ടിട്ട്, ആ സംഭവമാണ്. അയ്യോ പട്ടിയ സാധനല്ലേ? അയ്യേ എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടടി, എനിക്ക് ഗുളിക മതി. ഇത് കുടിക്കങ്ങോട്ട്. എനിക്ക് ഞാൻ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഇതല്ല വേണ്ടത്. നീ മോളിൽ പോയി ഗുളിക എടുത്തോണ്ട് വാ. ഇത് കുടിക്കങ്ങോട്ട്. വയറുവേദന മാറുന്നു. അച്ഛ എന്ത് വേണ്ടെന്ന് പറയാം. അച്ഛ എനിക്ക് വയറുവേദന ഇല്ല. ഇതല്ല, എനിക്ക് മോളത്തെ ഗുളികയാണ്. അച്ഛ എനിക്ക് വയറുവേദന ഇല്ല. അച്ഛ പോട്ട് പോട്ട് കുടി കുടി കുടി. അയ്യോ അയ്യോ തീർന്നില്ല തീർന്നില്ല മാമ പിടി. മാമ തല ബാക്കി പിടി. ആ തീർന്നേട്ടാ, സത്യം. എന്റെ മൂക്കാണ് കഷ്ടം. ദൈവമേ, കുഴപ്പമില്ല കുഴപ്പമില്ല. കരയണ? കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലടാ. ഇതല്ല, ഇത് നല്ല സാധനമല്ലേ നീ കുടിച്ചത്? എന്റെ വയറുവേനൊക്കെ പോവും. മാറിയോ? മാറി മാറി. ഞാൻ പറഞ്ഞില്ലേ. അത് തന്നെ ഇപ്പൊ നല്ലായിരിക്കും. നല്ലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ കുറേ.
മക്കളെ ഏ? ശകലം റെസ്റ്റ് എടുക്കും എന്തിന് ശകലം കയറി കിടയുടെ എനിക്ക് രസം വേണ്ട അച്ഛാ. ഏ വേണ്ട വേണ്ട എന്ത് വേണ്ടാത്തത് എനിക്ക് വേണ്ട. വേണ്ടേ കയറി കിടയുടെ അങ്ങോട്ട് കയറി കിടക്കട്ടെ നീ കിടക്കട്ടെന്ന്. കിടക്കണ്ടേ നീ 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 തീരുമാനിച്ചപ്പോൾ ബലം പ്രയോഗിക്കില്ല കിടക്കണം അവിടെ കിട അവിടെ കിട അവിടെ കിട ഞാൻ ഞാൻ കട വരെ പോയിട്ട് വരും കിടക്കണ്ടേ എന്തിന് കട്ടോ ഇത്? ഇവളൊരു വല്ലാത്തൊരു എന്തിനവളാണല്ലോ. ഇവള് എന്ത് ചെയ്ത അവള് റൂമിൽ മാത്രം വരൂലല്ല. എന്ത് എന്ത് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് വരുത്താന്ന് കാര്യം ചെയ്യാം. ചിന്നുവേ ചിന്നു ചിന്നു എന്തോ ഓടി വാടി വാ എന്താ ഓടി വാ, ഇങ്ങോട്ട് ഓടി വാടി നീ ഓടി വാ ഓടി വാ. എന്താ എന്താ കള്ളം കയറിയടി. കളറാ ഓ നമ്മളെ ബെഡ്റൂമില് കണ്ട ഷെൽഫൊക്കെ തുറന്നിട്ടിരിക്കുന്നു. ഇതിനാ കടന്ന് വിളിക്കണത്. ഇത് ഞാൻ തുറന്നിട്ടാണ്. നീയാ തുറന്നത്. നീ ഇതിന് നോക്ക് ചിന്നു അങ്ങോട്ട്. എന്തോ നോക്കാൻ എന്റെ പൊന്നു ചിന്നു വല്ല സാധനം പോയാൽ നോക്ക്. ഞാൻ തുറന്നിട്ടെന്ന് പറയല്ലേ പിന്നെ എന്തോ സാധനം പോവാനാണ്. എടി ചിന്നു നീ കണ്ണു തുറന്ന് നോക്ക്. വല്ല സാധനങ്ങളും മിസ്സായിട്ടുണ്ടോ നീ ഇതിന് നോക്കിയാണ്. മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഭ്രാന്താണോ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് ഓരപ്പണി. അവിടെ നീ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ പറയണം പിന്നെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നോയിക്കൊണ്ടിരിക്കല്ലേ മിണ്ടായിരിക്കാണ്. ഓരോ വട്ടും കൊണ്ട് വന്നു. അവിടെ നോക്കി ഇന്ന് എന്തിനാ എന്റെ അടുത്ത് നോക്കാൻ പറയണത്? കണ്ടാ എന്തോന്നു നീ കണ്ടാ? ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്താണ് രാവിലെ നീ കണ്ടില്ലേ? എന്തോന്നാണ് എല്ലാം ഇവിടെ ഇരിക്കല്ലേ? നീ ഒന്ന് തിരിഞ്ഞാണ്. പിന്നെ അമ്മി എന്താണ് കണ്ണു തുറന്നോ? എന്തോന്ന് നോക്കാൻ? നിങ്ങൾക്ക് വട്ടാ മനുഷ്യ. ഓ എനിക്ക് വട്ടടി. വേറെ പണിയുണ്ട് കൊണ്ട് മാറി. കഴിയാട് കണ്ണു തുറന്ന് നീ നോക്കുന്ന ഇതിനാണ് എത്ര നേരം കിടന്ന ഡ്രാമയൊക്കെ കാണിച്ചത്. എന്റെ പൊന്നോ. അയ്യോ പൊട്ടിക്കല്ലേ അല്ല പൊട്ടിക്കണം. അത് നമുക്ക് താഴെ കൊണ്ട് അച്ഛന്റെ റിങ്കിലൊക്കെ മുമ്പ് വെച്ച് പൊട്ടിക്കാം. സെറ്റല്ലേ? ഞാൻ വേണ്ടേ അപ്പൊ? എടീ, ഇത് കണ്ടാ? കണ്ട് മാമൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നത്. അച്ഛ അവിടെ അപ്പു കടയിൽ പോയിട്ട് വന്നില്ല ഇതുവരെ. ഉണ്ണിപ്പിള്ള നല്ലൊരു സമയത്ത് കുഴപ്പമില്ല. നീ തുറന്നു പൊട്ടിക്കാൻ പോണ? പൊട്ടിക്കണ്ട ഇവിടെ വെച്ച് പൊട്ടിക്കണ്ട. എന്ത് എനിക്ക് കാണണ്ട. കാണണ്ടേ? നീ ഇങ്ങനെ നല്ല കുറച്ചും പറഞ്ഞ. നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആലോചിച്ചപ്പം നിങ്ങളുടെ സ്വകാര്യ നിമിഷത്തില് ഞാൻ ഇടപെടുന്നത് ശരിയല്ല. നീ കാണണ്ട. നീ കാണാത്തവളുടെ ഫ്രണ്ട് വെച്ച് പൊട്ടിക്കാനാണ് മേളിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെ പോവില്ല. സമാനപ്പെടും അല്ല ഇവിടെ ഇരുന്ന് പൊട്ടിച്ചാൽ ആന്തടി. നീ ഇത് കാണും. ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പോയാണോ? ഇവിടെ നിന്ന് പൊട്ടിക്കാൻ ഞാൻ പോകും. അയ്യോ ചിന്നു പൊട്ടിയില്ല. അവള് കാണട്ടെ. അവള് കാണട്ടെ. ഇവിടെ ഇരുന്നേ പൊട്ടിച്ചോളൂ വല്ല നിർബന്ധമുണ്ടോ? പൊട്ടിച്ചൂടെ? ഇല്ല. നീ എന്തോ നടി ഇന്നലെ പറഞ്ഞ? അയ്യോ നല്ല ബെസ്റ്റ് ഭർത്താവ് അപ്പച്ചി കണ്ടാ? പൊട്ടേ ഇങ്ങനെ ചിന്നുവിന് ആര് കൊടുത്താണല്ല. ഇന്നിപ്പം ഞെട്ടും. കണ്ടേ? കാണിച്ച് കൊടേ കണ്ട് കണ്ടാ? ഞങ്ങളിങ്ങ് വാ. അയ്യോ എന്റെ കപ്പ് പൊട്ടി. ഇതെങ്ങനെ പൊട്ടി? എന്റെ അടുത്താ ചോദിക്കണത്.
ബെസ്റ്റ് എനിക്കെങ്ങനെ അറിയാം കൊണ്ടുവന്നപ്പോ എന്റെ പൊട്ടിയതായിരിക്കും. എന്താണ് രാമേട്ടത്? എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ എല്ലാ പ്രാവശ്യം ഇങ്ങനെ. ഡാ ഇവിടെ എന്തൊരു പ്രശ്നം? മാമ ഇങ്ങോട്ട് നോക്ക് മാമ. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് പൊട്ടിയ കപ്പ് നിന്ന് മനുഷ്യനെ നാണം കെടുത്തി. അല്ല ഞാൻ വാങ്ങിച്ചപ്പോ പൊട്ടിയിട്ടില്ലേ? എന്തരടാ ഇത്? എന്നാ മക്കളെ വിടി, വിടി വിടി, വെറുതെ നോക്ക്. എന്താ അപ്പൊ ഇത്? അല്ല ഏട്ടാ ബോൾട്ട് ആയിരിക്കും. അല്ല ഇങ്ങനെ നോക്കി നോക്ക്. കപ്പ. ഇത് സൂപ്പർ മാമ. ഇതുപോലെ തന്നെ ഞാനും കൊണ്ടുവന്നത്. പൊട്ടിപ്പോയെന്നല്ലേ ഉള്ളൂ. ഓഹോ, അപ്പൊ നിങ്ങളാണ് എന്റെ കപ്പെടുത്ത് പൊട്ടിച്ചല്ലേ? പാടാൻ്റെ ജോലിയായി. ഞാനൊന്നല്ല കാപ്പ് പൊട്ടിച്ചത്. പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മാറ്റിക്കൊണ്ട് വന്നതാണ്. എന്തായാലും എല്ലാം ശുഭമായല്ലോ. ഇനിയിപ്പൊ ആര് കപ്പ് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? നീ കൂടുതൽ സംസാരിക്കണ്ട കേട്ടാ. എന്റെ കപ്പ പൊട്ടിച്ച ആരെന്ന് അറിയാമോ? ആര്? ദാ ഇവള്. ഓഹോ, എടി നീ എന്റെ കപ്പ് പൊട്ടിച്ചിരുന്ന കപ്പ കാണണമെന്നപ്പോ ഇതാണെന്നല്ലേ കാര്യം. സോറി. അയ്യോ, ചെവിട്.